രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മൽ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ് ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അലർജിക് റൈനൈറ്റിസ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ ഇതുപോലെ അലർജിക് റൈനൈറ്റിസ് പോലെ തന്നെ വേറൊരു അസുഖമുണ്ട്. അതിന് നമ്മൾ വാസോമോട്ടോർ റൈനൈറ്റിസ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് അസുഖവും ഒരുപോലെ തോന്നാം, പക്ഷേ ഇതിൻ്റെ കാരണം വ്യത്യസ്തമാണ്, ട്രിഗർ വ്യത്യസ്തമാണ്, ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസും വാസോമോട്ടോർ റൈനൈറ്റിസും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്ന് നോക്കാം. ആദ്യം അലർജിക് റൈനൈറ്റിസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അലർജിയാണ്. നമ്മുടെ വീടിനുള്ളിലുള്ള പൊടിയോ ഡസ്റ്റ് മൈറ്റ്സോ ഇതിനൊപ്പം തന്നെ പെറ്റ് ഡാൻഡർ, മോൾഡ് ഇങ്ങനത്തെ കാരണങ്ങളോട് നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് തുടർച്ചയായിട്ടുള്ള തുമ്മലുണ്ടാവും, ഒപ്പം മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്കുന്ന് ഒലിപ്പ്, മൂക്കടപ്പ്, അങ്ങനെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, പഴയ ബെഡ്ഷീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കർട്ടൻസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ പല പഴയ സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇത് ട്രിഗർ ആവുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഡസ്റ്റ് തന്നെയാണ്. ഇനി വാസോമോട്ടോർ റൈനൈറ്റിസ്, നമ്മുടെ മൂക്കിനുള്ളിലെ ചില നെർവ്സും ബ്ലഡ് വെസൽസും ഒക്കെ എൻവയോൺമെന്റൽ ചേഞ്ചസ് വരുന്ന സമയത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ വാസോമോട്ടോർ റൈനൈറ്റിസ് ഉണ്ടാവുന്നത്. പെർഫ്യൂം അടിക്കുന്ന സമയത്ത് മൂക്കടയുക, സ്മോക്ക് വരുന്ന സമയത്ത് നമുക്ക് വല്ലാതെ തുമ്മലുണ്ടായിരിക്കും. ചില സമയത്ത് നമ്മുടെ വെതർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടാകും, നമ്മൾ യാത്രയിൽ തണുത്ത കാറ്റടിക്കുന്ന സമയത്ത്, ഒരു AC റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതുപോലെ ചിലപ്പോൾ ചില എരിവുള്ളതായ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും ഈ വാസോമോട്ടോർ റൈനൈറ്റിസ് ട്രിഗർ ആവാം. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എങ്ങനെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. അലർജിക് റൈനൈറ്റിസ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു പൊടിയിനോടോ അല്ലെങ്കിൽ ഡസ്റ്റ് മൈറ്റ്സ്, പോളൻസിനോടൊക്കെ കോണ്ടാക്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തുമ്മലുണ്ടായിരിക്കും. ഒപ്പം തന്നെ അസഹനീയമായിട്ടുള്ള കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും, മൂക്കുന്ന് വല്ലാതെ ഒലിപ്പും അലർജിക് റൈനൈറ്റിസിൽ കാണുന്നുണ്ട്. അതേസമയം വാസോമോട്ടോർ റൈനൈറ്റിസിൽ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും സ്മെല്ല്, പെർഫ്യൂംസോ എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസോ ഒക്കെ ഉള്ള കാര്യങ്ങൾ, ഇതിനൊപ്പം തന്നെ സ്മോക്ക്, ടെമ്പറേച്ചർ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള തുമ്മലുണ്ടായിരിക്കും. പക്ഷേ ഇതിനൊപ്പം ചൊറിച്ചിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. എൻ്റെ ക്ലിനിക്കിൽ അലർജി ആണെന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസിനടുത്ത് ഞാൻ അവരുടെ എപ്പോഴാണ് ഇത് സിംറ്റംസ് വരുന്നത്, എന്താണ് ട്രിഗർ വരുന്നത്, സീസണലായിട്ട് ഇതിന് വരുന്നുണ്ടോ, അപ്പം ഡസ്റ്റ് വരുന്ന സമയത്ത് ഇവർക്ക് ഇഷ്യൂസ് കൂടുന്നുണ്ടോ, എന്തെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ചസിന് പ്രശ്നമുണ്ടോ, ചൊറിച്ചിൽ ഇതിൽ വ്യത്യാസം വരുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ഡയഗ്നോസ് ചെയ്യുന്നതും മെഡിസിൻ തരുന്നതും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ തുമ്മലും അലർജി അല്ല, അതുപോലെ തന്നെ എല്ലാ മൂക്കൊലിപ്പും മൂക്കടപ്പും എന്ന് പറയുന്നത് സൈനസൈറ്റിസും അല്ല. എന്താണെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വാസോമോട്ടോർ റൈനൈറ്റിസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, ഇത് കുറച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. വീണ്ടും മൂക്കൊലിപ്പും തുമ്മലും സ്ഥിരമായി വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.